ഇന്ന് നമുക്ക് ഒരു ക്രീമി ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഈ കുറുമ പോലെയൊക്കെ തന്നെയാണ്, പക്ഷെ കുറുമയിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് അല്ല. നമ്മൾ ഇതിൽ എക്സ്ട്രാ ക്രീംസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് നെയ്ച്ചോറ് വെള്ളപ്പത്തിന്റെ കൂടെയൊക്കെയുള്ള സൂപ്പർ കോംബോ ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക? ആദ്യം ഒരു പാൻ എടുത്ത് അത് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ശേഷം 2 ചെറിയ പീസ് പട്ട, അതുപോലെ ഗ്രാമ്പൂ, കുരുമുളക്, ഇത് നന്നായി ഒന്ന് സോട്ട് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു സവാള, ഞാനിവിടെ ഒരു സവാളാണ് യൂസ് ചെയ്തത്. സവാള, അതുപോലെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം. അതിനുശേഷം ചെറിയ പീസാക്കി കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങും നമുക്ക് ചേർക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി കഴുകി വെച്ച ചിക്കന് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കൻ്റെ വെള്ളം തന്നെ ഇറങ്ങും. അപ്പം വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ലിഡ് ക്ലോസ് ചെയ്ത് നമുക്ക് ഇനി ഒന്ന് കുക്ക് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ചിക്കൻ കുക്ക് ആയതിനു ശേഷം നമുക്കിതിന് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമുണ്ട്, 1-ാം പാലും 2-ാം പാലും. അപ്പം 1-ാം പാൽ നമുക്ക് മാറ്റി വെക്കാം. 2-ാം പാലിലേക്ക് ഒരു സ്പൂണ് പാൽപ്പൊടി, അതുപോലെ ഒരു സ്പൂണ് മൈദയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് ഈ കറിയിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. കറി തിളച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഒരു തക്കാളി എടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് ലിഡ് ക്ലോസ് ചെയ്തിട്ട് തക്കാളി ഒന്ന് കുക്കാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച 1-ാം പാലില്ലേ, അതൊന്ന് ആഡ് ചെയ്തിട്ട് ഓവർ കുക്കാവേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇതിലേക്ക് കുറച്ച് ഗീയും അതുപോലെ മല്ലിയില, കുറച്ച് പെപ്പറും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയ ക്രീമി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നെയ്ച്ചോറ് അതുപോലെ വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോംബോ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതുപോലത്തെ നല്ലൊരു റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.